നിങ്ങൾ ഏറ്റുചൊല്ലുവോ? ഏറ്റുചൊല്ലുവോ? വലിയ ബുദ്ധിമുട്ടുള്ളതല്ല, ഏറ്റുചൊല്ലും. ജയ് ഗണേശ മഹാരാജ പാപ വിഘ്ന രാജ, ജയ് ഗണേശ മഹാരാജ. ശബ്ദമില്ല. ജയ് ഗണേശ മഹാരാജ പാപ വിഘ്ന രാജ. Campfire is burning, 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 campfire is burning. Draw near, draw near, draw near, draw near. In the gloaming, in the gloaming. ശബ്ദമില്ല ആദിത്യ. In the gloaming, in the gloaming, in the gloaming, in the gloaming. Come sing and be merry. Come sing and be merry. Campfire is burning, campfire is burning, Campfire is burning, campfire is burning. Draw near, draw near, in the gloaming, in the gloaming, come sing and be. Campfire is burning, Draw near, draw near, draw near, draw near. in the gloaming, in the gloaming, In the gloaming, in the gloaming. come sing and be merry. Come sing and be merry. 3, 4. Campfire is burning, campfire is burning, Campfire is burning, campfire is burning. draw near, draw near, in the gloaming, in the gloaming, In the gloaming, in the gloaming. come sing and be merry. Come sing and be ഇതിന്റെ ശബ്ദം തന്നെ ഞാൻ അന്വേഷിച്ചത്. merry. താങ്ക് യു, താങ്ക് യു. ഒക്കെ പഠിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടെ അതിൻ്റെ കൂടെ ചേർന്ന് പോകുമ്പോഴാണ് ഈ ആധ്യാത്മികതയ്ക്ക് ഒരു പൂർണ്ണത ഉണ്ടാവുക. മനസ്സിലായോ? ഈ മോട്ടിവേഷൻ, നല്ലത് ചെയ്യുന്നവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. ചിലപ്പോൾ ഒരു 100 നല്ലത് ചെയ്തതിന് ശേഷം ഒരു തെറ്റ് ചെയ്യുമ്പോൾ നമ്മളത് ചൂണ്ടിക്കാണിക്കും. അവൻ ആ 100 തെറ്റ്, ക്ഷമിക്കണം, 100 ശരി ചെയ്തപ്പോൾ നമ്മൾ ഒരു തവണ പോലും അവനെ പ്രോത്സാഹിപ്പിച്ചില്ല. ചൂണ്ടിക്കാണിച്ചില്ല എന്നുള്ളതല്ല, പ്രോത്സാഹിപ്പിച്ചില്ല. അപ്പൊ ആ മോട്ടിവേഷൻ ഒരുപക്ഷെ അവന് കൊടുത്തിരുന്നുവെങ്കിൽ 101ാമത്തെ പ്രാവശ്യം അവൻ ആ തെറ്റ് വരുത്തില്ലായിരുന്നു. 101ാമതും എന്ത് വരുമായിരുന്നു? ശരി വരുമായിരുന്നു. സോ മോട്ടിവേഷൻ എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ? ഞാൻ അതാണ് പറഞ്ഞത്, വിനോദത്തിനൊപ്പം വിജ്ഞാനവും. നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെ കൂടിച്ചേരുമ്പോഴാണ് സ്പിരിച്വാലിറ്റിക്ക് ഒരു ഫുൾനെസ് അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ഫോമിലേക്ക് സ്പിരിച്വാലിറ്റി. നമ്മളുടെ ഉള്ളിലുള്ള ഈശ്വരനാണോ ഈശ്വരീയതയാണോ? നിങ്ങളെന്താ റെസ്പോണ്ട് ചെയ്യാത്ത? തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല. ഞാനൊരു അധ്യാപകനാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഐ എം എ ടീച്ചർ. ഞാനിങ്ങനെ ഒരു കുട്ടി തെറ്റ് പറയുന്നതിന് ഞാൻ അവൻ പറഞ്ഞതിന് നീ തെറ്റ് പറഞ്ഞു എന്ന് ഞാൻ കളിയാക്കുകയല്ല ചെയ്യാറ്. തെറ്റിൽ നിന്നാണല്ലോ ശരിയിലേക്ക് പഠിക്കുന്നത്. അപ്പം നിങ്ങൾ പറയുന്നത് തെറ്റിപ്പോകുമെന്ന് പേടിക്കണ്ട. ആദിത്യ പ്രേമിൻ്റെ അടുത്തും വിവേകിൻ്റെ അടുത്തും ചോദിച്ചാൽ മതി. ഓക്കെ? അപ്പം നിങ്ങൾ പറയുന്നത് തെറ്റിയാലും കുഴപ്പമില്ല, തെറ്റിൽ നിന്നാണ്
ശരി പഠിക്കുന്നത്. ഓക്കെ, നമുക്ക് മോട്ടിവേഷനിലേക്ക് പോവാം. മോട്ടിവേഷൻ അത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. ഒരാളെ കൂടുതൽ നല്ലത് ചെയ്യുന്നതിന്, നല്ലത് പഠിക്കുന്നതിന് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് മോട്ടിവേഷൻ, അല്ലേ? ശരിയല്ലേ? സോ അവനെ നമുക്ക് മോട്ടിവേറ്റ് ചെയ്യണ്ടേ? ഒരു സമ്മാനം കൊടുക്കണ്ടേ? മഹാഭാരതം എഴുതിയത് ആര്? കൈപൊക്കിയാൽ മതി, പറയരുത്. മഹാഭാരതം എഴുതിയത് ആര്? അവിടെ 3 പേര് കൈവയ്ക്കുക. ആ പാട്ട് പാടിയ നന്നായിട്ട് നല്ല സ്വരമായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചു അത്. ആ, പറഞ്ഞോ. ഗണപതി. ഗണപതി എന്ന് പറയുന്നു. ശരിയാണോ? ശരിയാണോ? അല്ല എന്ന് പറയുന്നവരുണ്ടോ? അല്ല എന്ന് പറയുന്നവരുണ്ടോ? ആരെങ്കിലും? വളരെ ശരിയാണ്, ഗണപതിയാണ് മഹാഭാരതം എഴുതി. രാമനാമമേ ചൊന്നാലങ്കേ വരുവായ് ഹനുമാൻ. രാമനാമമേ ചൊന്നാലങ്കേ വരുവായ് ഹനുമാൻ. കേമങ്ങൾ യാവതും തരുവായ് ശ്രീരാമ ഭക്ത ഹനുമാൻ. കേമങ്ങൾ യാവതും തരുവായ് ശ്രീരാമ ഭക്ത ഹനുമാൻ. രാമനാമമേ ചൊന്നാലങ്കേ വരുവായ് ഹനുമാൻ. കേമങ്ങൾ യാവതും തരുവായ് ശ്രീരാമ ഭക്ത ഹനുമാൻ. സഞ്ജീവനി മലയെ കൊണ്ടുവന്നവൻ, ചിരഞ്ജീവി എன்ற പേർ പെற்றവൻ. സഞ്ജീവനി മലയെ കൊണ്ടുവന്നവൻ, ശ്രീരാമ ഭക്ത ഹനുമാൻ. അഞ്ജനസുതനവനാം ശ്രീരാമ ഭക്ത ഹനുമാൻ. രാമനാമമേ ചൊന്നാലങ്കേ വരുവായ് ഹനുമാൻ. കൃഷ്ണ നാമങ്ങളൊന്നു കേട്ടില്ല എന്നു നടിച്ചേക്കാം, കള്ളനല്ലേ മായക്കണ്ണനല്ലേ, എന്നിരുന്നാലും നിർത്തിയിട്ട് പോവോ? എനിക്കൊന്നും തന്നില്ല, ഇനി മേലാൽ ഞാൻ ഈ ക്ഷേത്ര തടയില് വരൂല. നിർത്തിയിട്ട് പോവോ? എന്നിരുന്നാലും ഈ ജന്മമല്ലെങ്കിൽ വരും ജന്മമെങ്കിലും കാണാതിരിക്കില്ല. അടിയൻ കൃഷ്ണ. സങ്കടപ്പെട്ട് കൃഷ്ണനെ വിളിക്കുകയാണ്. കൃഷ്ണ 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 ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ എന്ന് മനമാർന്ന് നൊന്ത് 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 നന്ദു വിളിച്ചാൽ ഒരു നോട്ടമെങ്കിലും, ഒരു നോട്ടം, ഒരൊറ്റ നോട്ടം നൽകാതിരിക്കില്ല എൻ്റെ ഗുരുവായൂരപ്പൻ. കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ
ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ എന്ന് മനമാർന്ന് നൊന്തു 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 വിളിച്ചാൽ ഒരു നോട്ടമെങ്കിലും നൽകാതിരിക്കില്ല എൻ്റെ ഗുരുവായൂരപ്പൻ. ഒരു നോട്ടമെങ്കിലും നൽകാതിരിക്കില്ല എൻ്റെ കണ്ണൻ ഗുരുവായൂരപ്പൻ. എൻ്റെ നെയ്യാറ്റിൻകര കണ്ണൻ ഒരു നോട്ടമെങ്കിലും നൽകാതിരിക്കില്ല കണ്ണൻ. ഘനശ്യാമ സുന്ദര ക്ഷേത്രത്തിന്റെ നടയിലെത്തി. ഘനശ്യാമ സുന്ദര ഘനശ്യാമ അതി സുന്ദര ഘനശ്യാമ സുന്ദര യശോദ ബാല ഹേ നന്ദലാല എന്ന് വിശ്വസിക്കുന്നു. അപ്പം നിന്റെ ആ സ്വരമാധുരി എനിക്കൊന്ന് കേൾക്കണം. അക്ഷരം ശ അല്ലെങ്കിൽ ശ്രീ. ശ്രീ ശ്രീരംഗ ശ്രീരംഗ രംഗ രംഗ ശ്രീരംഗ 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 രംഗ രംഗ ശ്രീരംഗ 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 രംഗ രംഗ ശ്രീരംഗ കാവേരി തടവാസ കസ്തൂരി രംഗ കാവേരി തടവാസ കസ്തൂരി രംഗ കാരുണ്യ ലാവണ്യ കാരുണ്യ എന്റെ ബോളിനെക്കാളും കൊള്ളാമല്ലോ. ജയ പാണ്ഡുരംഗ ജയ സായി ജയ പാണ്ഡുരംഗ ജയ സായി ജയ പാണ്ഡുരംഗ ജയ സായി ജയ മനോഹരമായ രീതിയിൽ അതായത് ഞാൻ പലതരത്തിലുള്ള ക്യാമ്പ് ഫയറുകളിലും ഞാനാണെങ്കിൽ പോയിട്ടുണ്ട്. എന്നിട്ട് എൻ്റെ ഹോസ്റ്റലിൽ പോലും ക്യാമ്പ് ഫയറിലാണെങ്കിൽ നടത്തിയിട്ടുണ്ട് ന്യൂ ഇയറിൻ്റെ ഭാഗമായിട്ട്. പക്ഷേ ഇതുവരെ ക്യാമ്പ് ഫയറിന് ഇങ്ങനെ ഒരു പുതിയ രീതിയിൽ അതായത് ഭഗവാന്റെ നാമം പാടാനായിട്ടുള്ള ഒരു അവസരമായിട്ട് ഇത്രയും നല്ല രീതിയിൽ എല്ലാവരെയും കൊണ്ടാണെങ്കിൽ പാടിപ്പിച്ച് അരുൺ ചന്ദ് സാറിന് ഒരുപാട് നന്ദിയുണ്ട്. കാരണം ആ നന്ദിയാണെങ്കിൽ നമുക്ക് ഒരു കൈയിലൂടെ നമുക്കാണെങ്കിൽ ഒന്ന് പ്രകടിപ്പിക്കാം. സാറിന് ഇതുപോലത്തെ ക്യാമ്പ് ഫയർ ഇവന്റുകളിലാണെങ്കിൽ വരണം. ഇതുപോലത്തെ ഒരുപാട് ക്ലാസ്സുകൾ സാറിന്റെ ഇത് സ്പെഷ്യലായിട്ട് ആദ്യത്തെ ക്യാമ്പ് ഫയർ ആയിരിക്കട്ടെ.
താങ്ക് യു സർ. ഒരു കൈയടിയിലൊന്നും നിൽക്കൂല, താങ്ക്സ്. പക്ഷെ എല്ലാം കൊണ്ട് നമ്മളെല്ലാവരും ഹാപ്പിയായി. താങ്ക് യു സോ മച്ച്.